ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു വ്ളോഗ് എടുക്കാനെന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇൻട്രോയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളൊരു വാട്ട് ഈറ്റ് ഇന്ത്യയുടെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ അന്നത്തെ ആയതുകൊണ്ട് ഞാൻ ഇൻട്രോയിൽ അത് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഒരു ചിക്കൻ റോളും പിന്നെ പപ്സുമായിട്ടോ കഴിച്ചത്. വേറെ നമ്മളൊന്നും ഉണ്ടാക്കിയതൊന്നുമില്ല. സൺഡേ അല്ലേ, അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടാണ് എഴുന്നേറ്റത് തന്നെ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുമല്ലോ, അതുകൊണ്ട് ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം വാങ്ങിച്ചു. പിന്നെ ഒരു കട്ടനൊക്കെ ആയിട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കേക്ക് കഴിച്ചു. കേക്കാണെങ്കിൽ നമ്മൾ അന്നേരം തന്നെ രാവിലെ തന്നെ മേടിച്ചായിട്ട് എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ കേക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ ഒരു പീസ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെ വന്നത് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പറഞ്ഞായിരുന്നു സൺഡേയിൽ വരാൻ പറ്റുമെങ്കിൽ വരുവാണെങ്കിൽ വിളിച്ച് പറയാമെന്നൊക്കെ ആയിട്ടോ പറഞ്ഞിരുന്നത്. പക്ഷേ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ വന്നപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടക്കുമായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ പോയി കിടന്നു. എനിക്ക് ബാക്ക് പെയിൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് തൂത്തു, അകുമൊക്കെ ഒന്ന് തൂത്ത് വാരി ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അത്രയാണ് ചെയ്തത്. കാരണം ശാല് പോയതിന് ശേഷം പിന്നെ തൂത്തിട്ടേ ഇല്ല. അവൾ പോകുന്നതിന് തൊട്ട് മുന്നേ ഇവിടെയെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടാണ് പോയത്. അത്രയും ദിവസം ആയപ്പോഴത്തേക്കും പൊടി നല്ലപോലെ ഒരു ദിവസം നമ്മൾ തൂക്കാതിരുന്നാൽ തന്നെ പൊടി അടിച്ചിങ്ങനെ കയറും. തൂത്തിട്ട് അങ്ങോട്ട് മാറുമ്പോഴേ കയറും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ നിലത്ത് ചവിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ലിപ്പാവുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. ഈ പൊടി അഴുകി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സഹിയിട്ട് അങ്ങ് തൂത്തതാട്ടോ. പക്ഷേ ഇത്രയും വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഫുഡൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മളിത് പറഞ്ഞായിരുന്നു കേട്ടോ, ഒന്നും വെക്കണ്ട, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു രാവിലെ വിളിച്ചപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറും പിന്നെ എന്തായിരുന്നു മീൻകറി, അവിയലും തോരനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനും അച്ഛനും കൂടെ രാവിലെ അല്ല അന്നേരം ഇരുന്ന് കഴിച്ചു ആദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിനൊരു പൊതി എടുത്തിട്ട് അതിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ. പിന്നെ പകുതിയും കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാനാട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ തുണിയെല്ലാം കുഞ്ഞൻ പോയി കഴുകിയൊക്കെ ഇട്ടു. രാവിലെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനും അമ്മയൊക്കെ വന്നെന്നും പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരാറായെന്നും പറഞ്ഞ് വിളിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ പോയതുകൊണ്ട് പിന്നെ കുഞ്ഞൻ പകുതി തുണി അവിടെ കഴുകി വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള തുണികളെല്ലാം കഴുകിയിട്ടത്. പിന്നെ കുറച്ച് ചോറൊക്കെ അധികം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 4 പൊതി കൊണ്ടുവന്നില്ല, ഒരു പൊതി നമ്മൾ എടുത്തതേ ഇല്ല, അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചു. ബാക്കി കറിയൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അവിയലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബാക്കി വൈകിട്ട് അത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പോയി റെസ്റ്റ് എടുക്കുമായിരുന്നു. എല്ലാവരും ഒന്ന് കിടന്ന് ഒന്ന് മയങ്ങിയൊക്കെ എഴുന്നേറ്റിട്ട് 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചായ അല്ലല്ലോ കോഫി ഇട്ടു കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ സ്പെഷ്യൽ കോഫിയാണ്. പോയി തന്നെയൊക്കെ ഇപ്പോൾ കോഫി ഇടാനൊക്കെ അറിയാം, പോയി ഇടുക കേട്ടോ. മറ്റേത് എത്രയാണ് തേയില ഇടണ്ടേ, എത്രയാണ് പഞ്ചസാര ഇടണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആളാണ്. ഇപ്പോൾ എന്തായാലും ഇട്ടിട്ട് അതെന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കോഫിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുടിക്കുമായിരുന്നു കേട്ടോ. അകത്തിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമായിരുന്നു. സിറ്റ് ഔട്ടിൽ ഇരുന്നാലും ചൂടൊക്കെ തന്നെ, എന്ത് കാലാവസ്ഥയല്ലേ, ഭയങ്കര ചൂടാണ്. ഫാനൊന്നും ഓഫ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഫാനിരുന്നാൽ തന്നെ കാറ്റിങ്ങനെ ചൂട് കാറ്റാണ് അടിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എങ്ങനെയാണ് കാലാവസ്ഥയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് ചൂട് കൊണ്ട് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെ വിയർത്ത് കുളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ചൂട് കാരണം ഒരു വെപ്രാളമാണ് ഭയങ്കര. അങ്ങനെ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പോകാനുള്ള ഒരുക്കമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞൻ അവിടെ കൊണ്ട് വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ആമിനയുടെ മകളായ നിദ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ് March 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5-ാം തീയതിയാണ് എൻ്റെ അടുത്ത് ഒരു 10 മണിയെങ്ങാണ്ട് ആയപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു അന്നത്തെ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നിങ്ങൾ പറയുവാണെങ്കിൽ ജസ്റ്റ് മുന്നേ തന്നെ പറയണം. ഞാൻ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് പറയല്ലോ, ഒരു 2-3 ദിവസമെങ്കിലും മുന്നേ പറയണേന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത്, ചിലപ്പോൾ ഒരു വീഡിയോ 2 ദിവസത്തേക്കൊക്കെ ഉള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും സൗണ്ട് കൊടുത്ത്. അപ്പോഴത്തേക്ക് അതിനകത്ത് എനിക്ക് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പിന്നീട് പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് പിന്നീട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ കൂടി പറയണേന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷേ അന്നേരം കൂടി
പറയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ആ ഒരു സമയത്തിനാണ് വന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് പിന്നെ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ആമിനയുടെ മകളായ നിദ ഫാത്തിമയ്ക്ക് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോള്, ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിനയ്ക്കും ആമിനയുടെ ഹസ്ബൻഡിനും ഷജീറിനും ആട്ടോ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ മോക്കിൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞൻ അച്ഛനും അമ്മയും കൊണ്ടുവിട്ടിട്ടെങ്കിൽ വന്നിട്ട് പിന്നെ നമ്മളങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ രാത്രിയിലുള്ള വീഡിയോസാണ് എടുത്തത് തന്നെ. അപ്പോൾ ചോറും പിന്നെ കറിയൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കി രാത്രിയിലത്തേക്ക് അതിരിപ്പുണ്ടല്ലോ, അന്നേരം പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യ കേട്ടോ. അങ്ങനെ ഞാൻ എന്താ വന്ന് ചോറെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ തക്കാളിയൊക്കെ അഴുകി ഭയങ്കര സ്മെല്ല് വരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴാണ് തക്കാളിയൊക്കെ ഇങ്ങനെ അഴുകിയിരിക്കുന്നുണ്ട്. പിന്നെ നല്ല തക്കാളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കറിയൊന്നും അങ്ങനെ അധികം വെക്കാത്തത് കൊണ്ട് എല്ലാം ചീത്തയായി. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തൊന്ന് കളഞ്ഞിട്ട് ഒന്ന് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. പാത്രത്തിലെല്ലാം സ്മെല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒന്ന് കഴുകി വെച്ചോളൂ. നന്നായിട്ടൊന്ന് കഴുകിയൊന്നുമില്ല, വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ചോറിന് കുറച്ച് മീനച്ചാറ് ഇപ്പം അവിടുന്ന് കൊണ്ടുവന്നേ കേട്ടോ. അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ചമ്മന്തിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ആയിട്ടാട്ടോ കഴിക്കുന്നത്. ഞാനാണെങ്കിൽ പിന്നെ മീൻകറി ചട്ടി തലേന്നത്തെ മീൻകറി ചട്ടി ആട്ടോ 3 ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. കറി ചൂടാക്കി വെച്ചേക്കുമായിരുന്നു. ഞാൻ ചട്ടിയിലാകുമ്പോൾ ഇങ്ങനെ ചൂടാക്കി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കുറച്ച് കറി എടുത്ത് ഞാൻ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കി ആ അരപ്പിനകത്തേക്ക് ചോറ് കുറച്ച് ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് പിന്നെ ബാക്കി കറികളൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി കഴിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ. തലേന്നത്തെ മീൻകറി ചട്ടിക്കകത്ത് ചോറ് പുരട്ടി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പണ്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ ചോറ് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ചട്ടിയിലൊക്കെ ചോറ് ഇടുന്നത് നാണം ഇല്ലല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞിലേ ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അമ്മ അത് പുരട്ടി വാരി തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ആരും നാണക്കേടൊന്നും കാണത്തില്ല. കാരണം ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ചട്ടിച്ചോറും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓരോ ഹോട്ടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ആർക്കും നാണക്കേട് ഇപ്പം എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ പണ്ട് ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിൽ തൊട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മുളകൊക്കെ കിടന്ന് അഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഈ ചീത്തയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലതൊക്കെ ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചു. എന്തൊക്കെ ഇനി അഴുകി പോയിട്ടുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി ഇരുന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്തായാലും പോയി ഇരുന്ന് വൃത്തിയാക്കലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇനി പതിയെ ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കണമായിരുന്നു. അത് പിന്നെ കുഞ്ഞൻ വന്ന് എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കുറച്ച് വെള്ളം എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.